ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഒരു സംഭവം, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു സംഭവമാണ്. ഭർത്താവ് അവരുടെ ബെഡ്റൂമിൽ ആത്മഹത്യ ചെയ്തു, തൂങ്ങി മരിച്ചു. ഭാര്യ അവിടെ ഇല്ലാതിരുന്ന സമയത്താണ്. ഇതിനുശേഷം ആ വീട്ടിൽ താമസം തുടർന്ന് ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. എനിക്കറിയാം, വിദേശത്ത് ഞങ്ങളുടെ തന്നെ MSF സഭയുടെ ഒരു ഭവനമായിരുന്ന ഒരു വീട് ഇത് വേറൊരാളിൽ നിന്നും, ഒരു അമേരിക്കക്കാരിൽ നിന്നും വാങ്ങിച്ചതാണ്. അദ്ദേഹം ആ വീട് പിടിയാവിലയ്ക്ക് വിറ്റു. എൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞത്, ഞാനിത് ഉണ്ടാക്കിയത് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ്. നല്ലൊരു വീട്, നല്ല കെട്ടുറപ്പുള്ള നല്ല വിശാലമായിട്ടുള്ള ഒരു വീട്. ഭാര്യയ്ക്ക് ക്യാൻസർ വന്ന് മരിച്ചു. അത് കഴിഞ്ഞ് ആ വീട്ടിൽ താമസം തുടരാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. കിട്ടിയ വിലയ്ക്ക്, പ്രത്യേകിച്ച് ഞങ്ങൾ മിഷണറിമാരായിരുന്നത് കൊണ്ട് വേറൊന്നും നോക്കിയില്ല. അവർ വളരെ വില കുറച്ച് തന്നിട്ട് ആ മനുഷ്യൻ വേറൊരു വീട്ടിലേക്ക്, ചെറിയൊരു വീട് മതിയെന്ന് പറഞ്ഞ് അങ്ങനെ താമസം മാറ്റി. അതൊരു സാധാരണ മരണം സംഭവിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. എനിക്കറിയാവുന്ന മറ്റു പല സംഭവങ്ങളുണ്ട്. ഒരു ദുർമരണം സംഭവിച്ചു, വേണേ ആരെങ്കിലും ആത്മഹത്യ ചെയ്തത്, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചതിന് ശേഷം ആ വീട്ടിൽ താമസിക്കാൻ ഭയമുള്ളവർ, വീട് മാത്രമല്ല സ്ഥലവും വിറ്റ് ആ ദേശത്തു നിന്ന് തന്നെ ദൂരേക്ക് മാറി താമസിക്കാം. അങ്ങനെ ഇതിൻ്റെ ഓർമ്മകളെല്ലാം മനസ്സിൽ നിന്ന് വിട്ടുമാറട്ടെ എന്ന് പറയുന്ന വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ സ്ത്രീ ഒരു സാധു സ്ത്രീയാണ്. അവർക്ക് വീട് വിട്ട് ഒരു വാടക വീട് എടുക്കുന്നതോ ഈ സ്ഥലവും വീടും ഒക്കെ വിറ്റിട്ട് വേറെ എവിടെയെങ്കിലും പോയി വാങ്ങിക്കുന്നതോ ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യം, എനിക്കതിന് സാധ്യതയില്ലായിരുന്നു. ഞാനതുകൊണ്ട് ഒരു കാര്യം ചെയ്തു, ദൈവത്തോട് ഞാൻ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. കർത്താവേ, എനിക്ക് ഇതല്ലാതെ വേറെ മാർഗ്ഗമില്ല, വേറൊരു സ്ഥലമില്ല. അതുകൊണ്ട് എനിക്കിവിടെ താമസം തുടരണം. നീ അതിനെന്നെ സഹായിക്കണം, നീ എന്നെ സംരക്ഷിക്കണം. എനിക്ക് പേടിയുണ്ടാകാതെ, എനിക്ക് അസ്വസ്ഥതകളോ ആകുലതകളോ ഒന്നും വരാതെ കണ്ട് നീ എന്നെ കാത്തു സൂക്ഷിക്കണം. ആദ്യമൊക്കെ ചെറിയ പേടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അതെല്ലാം മാറി വളരെ സ്വസ്ഥമായിട്ട് ആ ഭവനത്തിൽ അവർക്ക് താമസിക്കാൻ പറ്റി. വീടെല്ലാം വിട്ടുപോയിട്ടും സ്ഥലവും വീടും എല്ലാം വിറ്റ് ദൂരസ്ഥലത്തേക്ക് പോയിട്ടും പ്രശ്നം തീരാത്ത വ്യക്തികളുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രശ്നം ശരിക്കും തീർന്നു കിട്ടുന്നത് എപ്പോഴാണ് എന്നുള്ള കാര്യം, ആരിലെത്തുമ്പോഴാണ് എന്ന കാര്യം നാം തിരിച്ചറിയുന്നത് വളരെ നല്ലതായിരിക്കും. നമുക്കിത് മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. ഒന്നാമത്തെ കാര്യം, മരണമെന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അതുപോലെ തന്നെ മരണത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു ഭീതി ഉണ്ടെന്നുള്ളതും നാം തിരിച്ചറിയണം. പ്രഭാഷകൻ 41 തലക്കെട്ട് തന്നെ മരണം എന്നാണ്. അവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഏതൊരു വ്യക്തിയും ഒരു നാൾ മരിക്കണം. നമുക്ക് ഏതായാലും പറ്റിയേലാന്ന് പറയാവുന്നൊരു കാര്യമല്ല, നമുക്ക് നമ്മുടെ ഇഷ്ടമനുസരിച്ച് മാറ്റിവെക്കാവുന്നൊരു കാര്യമല്ല. ദൈവം വിളിക്കുമ്പോൾ നാം പോയിരിക്കണം. മനുഷ്യവർഗത്തിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ തീർപ്പാണ് മരണം എന്ന് ഈ അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. ഇതിന് ചില ഭീകരത, അതുകൊണ്ടാണ് നമ്മൾ മരണം കഴിഞ്ഞിട്ട് ഇത്ര ദിവസം കഴിയുമ്പോൾ വീട് വഞ്ചരിക്കുന്നതും അങ്ങനെ അച്ഛൻ വന്ന് പ്രാർത്ഥനകൾ നടത്തുന്നതൊക്കെ മരണത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു ഭീതിയുടെ ഒരു അംശം ഉള്ളത് കൊണ്ട് തന്നെയാണ്. 1-2 സംഭവങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ഒരു ട്രെയിൻ കയറി തല ഉടലിൽ നിന്നും വേർപെട്ടു പോയ ഒരു വ്യക്തി, അപ്പോൾ അതിങ്ങനെ ട്രാക്കിൽ കിടക്കുന്നത് കണ്ടപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് കൂടി. പോലീസുകാരും വന്ന് ഒരു മതസ്ഥ എഴുതുകയും റിപ്പോർട്ടുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുത്തിനോട് പറഞ്ഞു, നീ ആ തലയെടുത്തൊന്ന് ചേർത്ത് വെച്ച് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം ഇവൻ പറഞ്ഞ ഒരു കാര്യം, ഇവനിങ്ങനെ ഉറങ്ങാൻ കിടന്നാലും ആ തലയാണ് ഇവൻ്റെ മനസ്സിൽ. ഇനി അത് വേർപെട്ട് കിടക്കുന്ന ആ രംഗം, അതുകൊണ്ട് അവന് ഉറങ്ങാൻ പറ്റുന്നില്ല. വേറൊരുത്തൻ അവൻ്റെ കൂട്ടുകാരൻ ആത്മഹത്യ ചെയ്ത. അത് കഴിഞ്ഞിട്ട് ഇവൻ പറയാണ്, ഒരു 12 മണി പാതിരാ സമയമാകുമ്പം അവൻ എന്നെ വന്ന് വിളിക്കും പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവന് ചാടി എഴുന്നേൽക്കുന്നു, എന്നിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ നോക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മരണത്തിന് ഇതുപോലുള്ള ചില ഭീകരത അല്ലെങ്കിൽ ഇങ്ങനത്തെ ചില ഭയപ്പെടുത്തുന്ന വശങ്ങളുണ്ട് എന്നുള്ളത് ഇതുപോലത്തെ സംഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ആ സ്ത്രീക്ക് ആ വീട്ടിൽ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റിയെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ സംരക്ഷണം എടുത്താൽ, ദൈവസഹായം നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏത് സാഹചര്യത്തിലും നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് നാം തിരിച്ചറിയണം. മറ്റൊന്ന്, ദൈവവചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. സഭാപ്രസംഗൻ 8-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനം, അവിടെ പറഞ്ഞിരിക്കുന്നത്, പ്രാണനെ പിടിച്ചു നിർത്താൻ ആർക്കും പറ്റില്ല, മരണസമയം നിശ്ചയിക്കാനും പറ്റില്ല. പലരുടെയും ആറ്റിറ്റ്യൂഡ്, മനോഭാവം കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, മരണസമയം ഒന്ന് അറിയുമായിരുന്നെങ്കിൽ പല കാര്യങ്ങൾക്കും നീക്കുപോക്കുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് വേണമെങ്കിൽ റെഡിയാകാം. നല്ല മരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ പെട്ടെന്നുള്ള മരണം സംഭവിക്കാതിരിക്കാനൊക്കെ ഒരു കാര്യം വചനം പറയുകയാണ്, മരണസമയം ആർക്കും നിശ്ചയിക്കാൻ പറ്റില്ല. ദൈവം വിളിച്ചാൽ ആ പ്രാണനെ പിടിച്ചു നിർത്താനും ആർക്കും പറ്റില്ല എന്നുള്ളത് വചനം പഠിപ്പിക്കുന്നു. സുഭാഷിതങ്ങൾ 20-27 വചനം, ആത്മഹത്യ ചെയ്യാൻ നമുക്ക് അവകാശം ഇല്ല എന്നുള്ള സന്ദേശമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്,
മനുഷ്യൻ്റെ ചേതന, മനുഷ്യൻ്റെ ജീവൻ ദൈവം അവനിൽ കൊളുത്തിയ വിളക്കാണ്. അത് ഊതിക്കെടുത്താനുള്ള അവകാശം നമുക്കില്ല. അത് കത്തിത്തീരണം. ദൈവം ഉദ്ദേശിക്കുന്ന സമയം വരെ അത് കത്തണം. അതാണ് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് ആത്മഹത്യ അരുത്. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച ഒരു വ്യക്തിയെ കാണാൻ പറ്റും. തോബിത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോൾ 10 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കാണുക, സാറ തൂങ്ങിച്ചാകാൻ തീരുമാനമെടുത്തോളാം. പക്ഷെ അവൾക്കൊരു വീണ്ടും വിചാരം ഉണ്ടായി. അവൾ പറഞ്ഞൊരു കാര്യം, ഞാനിത് ചെയ്താൽ എൻ്റെ അപ്പൻ ചങ്കുപൊട്ടി മരിക്കും, എൻ്റെ കുടുംബത്തിന് നാണക്കേടുണ്ടാകും. അത് വേണ്ട. അവൾ വീണ്ടും വിചാരത്തിൽ മറ്റൊരു തീരുമാനം എടുത്തു, ദൈവത്തിങ്കിലേക്ക് തിരിയാൻ. അവളുടെ പ്രശ്നം, അവളുടെ കുടുംബത്തിൻ്റെ പ്രശ്നം എല്ലാം അവിടെ പരിഹരിക്കപ്പെടുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ തിരിയേണ്ടത് ദൈവത്തിലേക്കാണ് എന്നുള്ള കാര്യം മറക്കാതിരിക്കാം. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, അപ്പൻ്റെ തെറ്റിന് മകൻ ശിക്ഷിക്കപ്പെടരുത് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പുറപ്പാട് 20:5 മുതൽ വായിക്കുമ്പോൾ നിന്റെ തെറ്റിന് 3-4 തലമുറ വരെ ശിക്ഷിക്കപ്പെടാം എന്നുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് പാപത്തിൻ്റെ ഒരു സാമൂഹിക വശം, സോഷ്യൽ ഡയമെൻഷൻ എടുത്തു കാണിക്കുന്ന ഒരു വചനഭാഗമാണ്. ഇതുപോലെ തന്നെ നമ്മൾ കാണുന്ന മറ്റൊരു വചനഭാഗമാണ് എസെക്കിയേൽ 18:20. അപ്പൻ്റെ തെറ്റിന് മകനോ മകൻ്റെ തെറ്റിന് അപ്പനോ ശിക്ഷിക്കപ്പെടരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ നമ്മൾ കാണുന്നുണ്ട്. നിയമാവർത്തനം 10:18 സങ്കീർത്തനം 10:18 രണ്ടും 10:18. നിയമാവർത്തനവും സങ്കീർത്തനവും അവിടെ പറഞ്ഞിട്ടുണ്ട്, അനാഥർക്കും വിധവകൾക്കും ദൈവം തുണയാണ്. ഭർത്താവ് ബെഡ്റൂമിൽ തൂങ്ങിക്കഴിഞ്ഞപ്പോൾ വിധവയായ ആ സ്ത്രീക്ക് ദൈവം തുണയായത് നമ്മൾ കാണുകയുണ്ടായി. 1 കൊറിന്തോസ് 15:55 വചനം, മരണമേ നിന്റെ ദംശനം എവിടെ എന്ന് കർത്താവ് ചോദിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് കർത്താവിൻ്റെ കൂടെ നിന്നാൽ ഒന്നിനെ നമ്മൾ ഭയപ്പെടേണ്ടി വരില്ല. ദൈവം നമുക്ക് തുണയായി നമ്മെ കൂടെ നിന്ന് സഹായിക്കും എന്നുള്ള ആ ഒരു ബോധ്യത്തിലേക്ക് കടന്നു വരാം. അതിനുവേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദുർമരണം സംഭവിച്ച കുടുംബങ്ങൾ, ആ കുടുംബങ്ങളിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തികളുടെ ആ ഒരു സൗഖ്യത്തിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഉത്ഥാന ലഹരിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരികയും പാപത്തിൽ വീഴാതെ ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ഉത്ഥാനം ചെയ്ത യേശുവേ, അങ്ങയോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാനും ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുന്നവരാകാനും ഞങ്ങൾക്ക് വരമരുളണമേ. ആമേൻ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിച്ച് ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ. അവയെല്ലാം ഞങ്ങൾക്ക് നടത്തി തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.